കുടിക്കാത്തത്? എനിക്ക് വേണ്ടാത്തത് കൊണ്ട്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. നീ വാ. ടോമി, നീ എന്താ എപ്പോഴും വെള്ളം വേസ്റ്റ് ആക്കുന്നത്? അതത്ര നല്ലതല്ല കേട്ടോ. അങ്ങനെ ചെയ്യരുത്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ദാഹിച്ചിട്ട് വയ്യ, ഇനി ഇത്തിരി വെള്ളം കുടിക്കാം. വെള്ളം കഴിഞ്ഞല്ലോ, ഇനി ഇപ്പോൾ എന്താ ചെയ്യാ? അയ്യോ, ഒരു തുള്ളി പോലും കിട്ടാനില്ലല്ലോ. ഉണ്ടായിരുന്ന വെള്ളം മുഴുവനും ഞാൻ വെറുതെ കളഞ്ഞു. ഇനി എന്ത് ചെയ്യും? ദാഹിച്ചിട്ട് വയ്യ. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന് അലക്സ് പറഞ്ഞപ്പോൾ നീ കേട്ടില്ല. ഭൂമിയിലെ ഏറ്റവും അമൂല്യമായ വസ്തു എന്താണെന്ന് അറിയുമോ ടോമിക്ക്? ഇല്ല. അത് ജലമാണ്. ജീവന്റെ കണികകളെ ഭൂമിയിൽ അത്രത്തോളം നിലനിർത്തുന്ന മറ്റൊന്നുമില്ല. ടോമിക്ക് അറിയുമോ, അടുത്ത ഒരു ലോക മഹായുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അത് ജലത്തിന്റെ പേരിലായിരിക്കാം. കാരണം ഭൂമിയിലെ ജലത്തിന്റെ അളവ് അത്രയ്ക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടാപ്പുകൾ പൂട്ടാതെയും വാട്ടർ ബോട്ടിലെ വെള്ളം ഒഴുക്കിക്കളഞ്ഞും എന്തോരം വെള്ളമാണ് ടോമി പാഴാക്കുന്നതെന്ന് അറിയുമോ? അത് പിന്നെ ടോമിക്ക് എപ്പോഴെങ്കിലും ഒരു തുള്ളി ജലം നാളേക്ക് വേണ്ടി സൂക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴും കുടങ്ങളും പാട്ടകളും ഒക്കെയായി മണിക്കൂറോളം പഴുപ്പിന്റെ ചോട്ടിലും വെയിലത്തും വരി നിൽക്കുന്ന ഒരു ജനതയുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് വേണ്ടിയെങ്കിലും എനിക്ക് നിന്നെ ശിക്ഷിച്ചേ പറ്റൂ ടോമി. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ വാട്ടർ ടാപ്പ് ഭൂതമേ. ഞാനിനി ജലം പാഴാക്കില്ല. നിങ്ങളോ? നിങ്ങളെപ്പോ വന്നു? വാട്ടർ ടാപ്പ് ഭൂതം എവിടെ പോയി? വാട്ടർ ടാപ്പ് ഭൂതമോ? എന്നെ ഒരു വാട്ടർ ടാപ്പ് ഭൂതം പിടിക്കാൻ വന്നു. പാമ്പ് പോലെ വരിഞ്ഞു മുറുക്കി. ഇനി ആരും വെള്ളം പാഴാക്കരുത് കേട്ടോ. ആരെങ്കിലും വെള്ളം പാഴാക്കുന്നത് കണ്ടാൽ ഇനിയും വരും. നമ്മൾ എന്തിനാ വെറുതെ ഭൂതത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ടാണ് നിന്നോട് ഞങ്ങൾ എപ്പോഴും വെള്ളം പാഴാക്കരുതെന്ന് പറയുന്നത്. ദാഹിക്കുമ്പോൾ കുടിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ വളരുന്ന ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാത്തിനും വെള്ളം വേണം. വെള്ളമില്ലാതെ നമുക്ക് കുളിക്കാൻ പറ്റുമോ? വരൾച്ചയാണ് ലോക ജനത നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. നാടിന്റെ പലയിടങ്ങളിലും അത് കൃത്യമായി പ്രതിഫലിക്കുന്നുമുണ്ട്. ഒരിക്കലും പുനർസൃഷ്ടിക്കാൻ കഴിയാത്ത ഒന്നാണ് ജലം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അതിനെ കണ്ടറിഞ്ഞ് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. നന്ദിയുണ്ട് അലക്സ്. എനിക്ക് വെള്ളത്തിന്റെ വില മനസ്സിലായി. ഞാൻ ഇന്നു മുതൽ വെള്ളം പാഴാക്കില്ല. ഗുഡ് ബോയ്.